ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ രണ്ട് ആക്ടിവിറ്റീസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന പാഠഭാഗത്തിലുള്ള ആക്ടിവിറ്റി 10, അതായത് പേജ് നമ്പർ 83 എടുക്കുക. ഹൂ ആം ഐ. ഇത് കുറച്ച് റിഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ കടങ്കഥകളാണ്. ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന് കണ്ടെത്തണം. ഐ ക്യാൻ ഡാൻസ് വെൽ, എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയും. മൈ ഫെദേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, എൻ്റെ തൂവലുകൾ നല്ല ഭംഗിയുണ്ട്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ക്രൗൺ, എനിക്ക് നല്ലൊരു കിരീടവുമുണ്ട്, ഭംഗിയുള്ള കിരീടമുണ്ട്. ആരായിരിക്കും? ഉത്തരം പീകോക്ക്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഐ ഹാവ് ലാർജ് റൗണ്ട് ഐസ്, എനിക്ക് നല്ല വലിയ റൗണ്ടിലുള്ള കണ്ണുകളുണ്ട്. ഐ ക്യാൻ സീ ഓൺലി അറ്റ് നൈറ്റ്, എനിക്ക് രാത്രി മാത്രമേ കാണാൻ സാധിക്കൂ. മൈ നെയിം ഈസ് എ 3 letter വേർഡ്, 3 ലെറ്ററുള്ള വേർഡാണ് എൻ്റെ പേര്. ആരായിരിക്കും? ഔൾ അല്ലേ, മൂങ്ങകളാണ്. അടുത്തത്, ഐ ആം ഗ്രീൻ ഇൻ കളർ, ഞാൻ പച്ച കളറിലുള്ള ബേർഡാണ്. മൈ ബീക്ക് ഈസ് റെഡ്, എൻ്റെ ചുണ്ടുകൾ എന്താണ്? റെഡ് കളറാണ്. പീപ്പിൾ ലൈക്ക് ടു ഹിയർ മീ സ്പീക്ക്, ആളുകളൊക്കെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. then ആരായിരിക്കും സംസാരിക്കുന്ന ബേർഡ്? യെസ്, പാരറ്റ്. അടുത്തതോ, ഐ സിങ് സ്വീറ്റ്ലി, ഞാൻ വളരെ മനോഹരമായി പാടുന്നു. ഐ ലേ എഗ്സ് ഇൻ ക്രോസ് നെസ്റ്റ്, ഞാൻ എവിടെയാണ്? എൻ്റെ മുട്ടകൾ കാക്കക്കൂട്ടിലാണ് ഇടുന്നത്. ഐ ലൈക്ക് ടു ഈറ്റ് മാംഗോ ലീവ്സ്, മാംഗോ ലീവ്സ് കഴിക്കാനാണ് എനിക്കിഷ്ടം. ആരായിരിക്കും പാട്ട് പാടുന്ന ബേർഡ്? കുക്കു, കുയിലാണല്ലേ. അടുത്തതോ, ഐ ആം എ ഡൊമസ്റ്റിക് ബേർഡ്, ഞാൻ വീട്ടിൽ വളർത്തുന്ന ഒരു ബേർഡാണ്. ഐ ക്യാൻ സ്വിം വെൽ, ഞാൻ നന്നായിട്ട് നീന്തും. ഐ ഹാവ് വെബ്ഡ് ഫീറ്റ്, എൻ്റെ കാലുകൾ ഇങ്ങനെ ഒട്ടിച്ചേർന്നതാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ വെബ്ഡ് ഫീറ്റ്? ആർക്കാണ് അങ്ങനെ വെബ്ഡ് ഫീറ്റ് കണ്ടിട്ടുള്ളത്? ഡക്ക്, താറാവിനാണല്ലേ. ഓക്കെ. അടുത്തത്, ഐ ആം എ ബിഗ് ബേർഡ്, ഞാൻ വലിയൊരു പക്ഷിയാണ്. ബട്ട് ഐ ക്യാൻ ഫ്ലൈ വെരി ഹൈ, പക്ഷെ എനിക്ക് വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കില്ല. ഐ ലിവ് ഇൻ അന്റാർട്ടിക്ക, ഞാൻ അന്റാർട്ടിക്കയിലാണ് ജീവിക്കുന്നത്, അതായത് ആ തണുപ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. ആരായിരിക്കും? യെസ്, പെൻഗ്വിൻ. വെരി ഗുഡ്. അടുത്തതോ, ഐ ഹാവ് എ ലോങ് ബീക്ക്, എനിക്ക് വലിയ നീളമുള്ളൊരു ബീക്കുണ്ട്, ചുണ്ടുണ്ട്. ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ 1 leg, എനിക്ക് ഒറ്റ കാലിൽ നിൽക്കാൻ സാധിക്കും. യു ക്യാൻ സീ മീ നിയർ പോൺസ്, നിങ്ങൾക്ക് എന്നെ കുളങ്ങൾക്കൊക്കെ അടുത്ത് കാണാൻ പറ്റും. പാടത്തൊക്കെ കണ്ടിട്ടില്ലേ? എന്താണ്? ക്രേൻ, കൊക്കുകൾ അല്ലേ. ഇനി നമുക്ക് ഇതുപോലുള്ള കുറച്ച് റിഡിൽസ് ഉണ്ടാക്കി നോക്കിയാലോ. ഐ ആം വൈറ്റ്, ഞാൻ വൈറ്റ് കളറാണ്. ഐ ഈറ്റ് ക്യാരറ്റ്സ്, ഞാൻ ക്യാരറ്റ് ആണ് കഴിക്കാറ്. ഐ ഹാവ് ലോങ് ഇയേഴ്സ്, എനിക്ക് നീളമുള്ള ചെവികളാണുള്ളത്. ഐ ക്യാൻ റൺ ഫാസ്റ്റ്, എനിക്ക് സ്പീഡിൽ ഓടാൻ സാധിക്കും. ഹൂ ആം ഐ, ഞാൻ ആരാകുന്നു? നിങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? യെസ്, റാബിറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഐ ആം സ്മോൾ, ഞാൻ ചെറുതാണ്. ഐ ആം ബ്ലാക്ക് ആൻഡ് യെല്ലോ, ഞാൻ ബ്ലാക്കും യെല്ലോ കളറുമാണ്. ഐ ഹാവ് 2 wings, എനിക്ക് 2 ചിറകുകളുണ്ട്. ഐ മേക്ക് ഹണി, ഞാൻ തേൻ ഉണ്ടാക്കുന്നു. ഹൂ ആം ഐ, തേൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ്? ഹണി ബീ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഐ ഹാവ് 4 legs, എനിക്ക് 4 കാലുകളുണ്ട്. ഐ ഹാവ് എ ലോങ് നെക്ക്, എനിക്ക് നീളമുള്ള ഒരു കഴുത്തുണ്ട്. ഐ ആം യെല്ലോ ആൻഡ് ബ്രൗൺ, ഞാൻ മഞ്ഞയും ബ്രൗണും കളറിലാണ്. ഐ ഈറ്റ് ലീവ്സ്, ഞാൻ ഇലകളാണ് കഴിക്കുന്നത്. ഹൂ ആം ഐ, ആരായിരിക്കും? യെസ്, നീളമുള്ള നെക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജിറാഫ്. ഇനി അടുത്തതോ, ഐ ക്യാൻ സ്വിം ആൻഡ് ഡൈവ്, എനിക്ക് നീന്തുവാനും മുങ്ങാനും സാധിക്കും. ഐ ഹാവ് 2 legs, എനിക്ക് 2 കാലുകളുണ്ട്. ഐ ഹാവ് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. ഐ സേ ക്യോക്ക് ക്യോക്ക്, എൻ്റെ ശബ്ദം എന്താ? ക്യോക്ക് എന്നുള്ള സൗണ്ടാണ്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? നമുക്ക് ക്യോക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരായിരിക്കും? ഡക്ക്, താറാവ്. അപ്പോൾ ഇതുപോലുള്ള റിഡിൽസ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് വരാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻ ആണ്. നമ്മുടെ പാഠഭാഗത്തിൽ കാക്കകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആ ഒരു കൊട്ടാരത്തിൽ കാക്കകളെ കൊണ്ടുള്ള ശല്യം കാരണം ആളുകളും അതുപോലെ രാജാവും ഒക്കെ കഷ്ടപ്പാടിലാണല്ലേ. ആ സമയത്താണ് ഐവൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാക്കകളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. വേർ ആർ ദ ക്രോസ്, ക്രോസ് എവിടെയാണ്? ക്രോസ് ഓൺ ദ വിൻഡോസ്, ക്രോസ് ഒക്കെ എവിടെയുള്ളത്? ജനാലക്കരികിലാണ്. വേർ ആർ ദ ക്രോസ്, ക്രോസ് ഓൺ ദ വാൾ, എല്ലാം ചുമരുകളിലുണ്ട്. എവരിവെയർ there are crows, എല്ലായിടത്തും കാക്കകളാണ്. ഓൾ ആർ ഫെഡ് അപ്പ് വിത്ത് ക്രോസ്, എല്ലായിടത്തും കാക്കകളെ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. വേർ ആർ ദ ക്രോസ്, എവിടെയാണ് ക്രോസ്? ക്രോസ് ഓൺ ദ ട്രീസ്, കാക്കകളൊക്കെ മരത്തിലാണ്. ക്രോസ് ഓൺ ദ റൂഫ്, കാക്കകളൊക്കെ എവിടെയാണ്? മേൽക്കൂരകളിലാണല്ലേ.
എവരിവെയർ there are crows. എല്ലായിടത്തും ക്രോസ് ആണ്. all are fed up with crows. എല്ലാവരും ക്രോസിനെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കുറച്ച് ലൈൻ കൂടെ ഉണ്ടാക്കി നോക്കിയാലോ. where are the crows? എവിടെയാണ് കാക്കകൾ ഉള്ളത്? crows on the well. കിണറിന്റെ മേലാണ് കാക്കകൾ ഉള്ളത്. where are the crows? crows എവിടെയാണുള്ളത്? crows in the garden. ഗാർഡനിലാണ് കാക്കകൾ ഉള്ളത്. everywhere there are crows. all are fed up with crows. ഇനി അടുത്തതോ, where are the crows? എവിടെയാണ് കാക്കകൾ ഉള്ളത്? crows in the palace. പാലസിലാണ് കാക്കകൾ ഉള്ളത്. അടുത്തതോ, where are the crows? crows എവിടെയാണുള്ളത്? crows in the house. വീടുകളിലാണ് കാക്കകൾ ഉള്ളത്. everywhere there are crows. എല്ലായിടത്തും കാക്കകളുണ്ട്. all are fed up with crows. എല്ലാവരും കാക്കകളെ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. ഇനി അടുത്തതോ, where are the crows? crows എവിടെയാണ്? crows on the door. എല്ലാ കാക്കകളും ഡോറിന്മേലാണുള്ളത്. where are the crows? crows എവിടെയാണുള്ളത്? crows in the school. സ്കൂളിലൊക്കെ കാക്കകളാണ്. everywhere there are crows. എല്ലായിടത്തും കാക്കകളുണ്ട്. all are fed up with crows. എല്ലാവരും കാക്കകളെ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, അപ്പോൾ എല്ലാവർക്കും ആഡ് മോർ ലൈനും മനസ്സിലായല്ലോ, അതുപോലെ റിഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.